കുടിയേറ്റ കാലം മുതൽ കൂട്ടായ്മയുടെ ഉത്സവമായി മാറുന്ന ഒരു വിളവെടുപ്പുണ്ട്. അതാണ് കപ്പവാട്ട്. എന്നാൽ നിലവിൽ കപ്പ കൃഷി വൻതോതിൽ ഹൈറേഞ്ചിൽ കുറഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പോഴും കപ്പ കൃഷിയും കപ്പവാട്ടുമൊക്കെ ആ പഴയ കുടിയേറ്റ കാല കൂട്ടായ്മയുടെ ഓർമ്മയിൽ നിലനിർത്തി മുമ്പോട്ട് പോകുന്ന കർഷകരും ഇവിടെയുണ്ട്. അത്തരത്തിലൊരാളാണ് രാജക്കാട് തടത്തിൽച്ചാലിൽ ബിജു. കാണാം ഒരു കപ്പവാട്ട് വിശേഷം. കുടിയേറിപ്പാർത്ത കാലത്ത് പട്ടിണിക്ക് അറുതി വരുത്തുന്നതിനാണ് ഹൈറേഞ്ചിലെ മലമുകളിൽ കപ്പ കൃഷി ആരംഭിച്ചത്. അതുകൊണ്ട് തന്നെ നെൽകൃഷിയോളം പ്രാധാന്യമുണ്ട് കപ്പ കൃഷിക്കും. പറിച്ചെടുക്കുന്ന കപ്പ വാട്ടി ഉണങ്ങി സൂക്ഷിക്കും. പഞ്ഞ കർക്കിടകത്തിലടക്കം ഹൈറേഞ്ചുകാരന്റെ പട്ടിണി അകറ്റുന്നത് വാട്ടുകപ്പയാണ്. ഒരു നാടാകെ ഒന്നിച്ചുകൂടി കപ്പ പറിച്ചുകൂട്ടും. സ്ത്രീകളും കുട്ടികളും കപ്പയുടെ കറുത്ത തൊലി ചിരണ്ടിക്കളയും. കുറച്ചുപേർ ചിരണ്ടിയ കപ്പ അരിഞ്ഞെടുക്കും. മൂർച്ചയുള്ള കത്തിയിൽ അരിഞ്ഞു വീഴുന്ന കപ്പ കണ്ടാൽ മിഷ്യൻ കട്ടിംഗ് ആണെന്ന് പറഞ്ഞു പോകും. ഒരേ കനം, ഒരേ വലുപ്പം. കാലങ്ങൾ കഴിഞ്ഞതോടെ നെൽകൃഷി എന്നോണം കപ്പ കൃഷിയും ഹൈറേഞ്ചിന്റെ പടികടന്നു തുടങ്ങി. ഇന്ന് അപൂർവം ചിലർ മാത്രമാണ് കപ്പ കൃഷി ഇറക്കുന്നത്. എന്നാലും കപ്പവാട്ട പഴയ ആവേശം തന്നെയെന്നാണ് കപ്പ കൃഷി ഇന്നോളം മുടങ്ങാതെ മുന്നോട്ട് കൊണ്ടുപോകുന്ന രാജാക്കാട് കൊച്ചുമുല്ലക്കാനം സ്വദേശി തടത്തിച്ചാലിൽ ബിജു പറയുന്നു. കപ്പവാട്ടം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു അനുഭവമല്ലേ, ഭയങ്കര അടിപൊളി കേസല്ലേ. കപ്പവാട്ടം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ആഘോഷ പരിപാടിയല്ലേ. പണ്ടും അതേ ശരിയോ, ഇന്ന് അകത്തും അതെ. അവിടെ ഒരു 50 വർഷം മുമ്പിലത്തെ ഒരു രീതി എപ്പോഴും കപ്പവാട്ടിന് ആഘോഷ കുറവുകളൊന്നുമില്ല. ഇത്തവണ ഈ കർഷകൻ കപ്പ നേരത്തെ പറിച്ച് വാട്ടുന്നതിനും മറ്റൊരു കാരണമുണ്ട്. മറ്റൊന്നുമല്ല, എലിയും പന്നിയും അടക്കമുള്ള ജീവികളുടെ ആക്രമണം. എല്ലാ വർഷവും എലിശല്യം കാരണം നേരത്തെ അങ്ങ് പറിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഭയങ്കര എലിശല്യമാണ്. നമുക്ക് കർഷകന് കിട്ടത്തക്ക രീതിയിലുള്ള സാധനം കിട്ടുന്നില്ല. അതുകൊണ്ട് നമ്മൾ നേരത്തെ അങ്ങ് പറിച്ച് ഒഴിവായെന്ന് മാത്രമേ ഉള്ളൂ. പുതിയ തലമുറ വൈറ്റ് കോളർ ജോലി തേടി മലയിറങ്ങുന്നതും കുടിയേറ്റകാല കൂട്ടായ്മയിൽ ഹൈറേഞ്ചിന്റെ ദേശീയ ഉത്സവമായി മാറിയ കപ്പ പറിക്കലും വാട്ടലും ഇന്ന് അപൂർവ കാഴ്ചകളായി മാറുന്നതിന് കാരണമാകുന്നുണ്ടെന്നാണ് കർഷകർ പറയുന്നത്. സിറ്റി വിഷൻ, രാജാക്കാട്.